അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, പ്രവാസ ലോകത്ത് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പിൽ നിന്നും ചൂടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പൊടിക്കാറ്റും അതുപോലെ തന്നെ ശക്തമായ കാറ്റും വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നാട്ടിലും കാലാവസ്ഥ വ്യത്യസ്തമല്ല. മൊത്തത്തിൽ ലോകത്ത് ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥക്ക് നല്ലൊരു വ്യതിയാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും ശക്തമായ മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ ശക്തമായ പൊടിക്കാറ്റടിക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാലാവസ്ഥയെ നമ്മൾ ചീത്ത പറഞ്ഞു പോകാറുണ്ട്. ഇതെന്തൊരു നശിച്ച മഴയാണ്, ഇതെന്തൊരു നശിച്ച കാറ്റാണ്. ഇത്തരത്തിൽ ചീത്ത പറയുക അല്ലെങ്കിൽ ആക്ഷേപിച്ച് പറയുക എന്നുള്ളത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ ഇപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിട്ട് കാണാം: നിങ്ങൾ കാലഘട്ടത്തെ ചീത്ത പറയരുത്, കാലാവസ്ഥയെ നിങ്ങൾ ചീത്ത പറയരുത്. തീർച്ചയായും കാലാവസ്ഥയുടെ വ്യതിയാനം വരുത്തുന്നവൻ ഞാനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയാസം നേരിടുകയാണെങ്കിൽ പോലും നാം അതിൽ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് അതിൻ്റെ ഖൈറ് ചോദിക്കുകയും ചെയ്യണം. ശക്തമായ കാറ്റടിച്ച് വീശുമ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ഫീഹ വ ശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹുവേ, ഈ കാറ്റിൻ്റെ നന്മയെയും ഈ കാറ്റിൽ നീ ഉൾപ്പെടുത്തിയിട്ടുള്ള നന്മയെയും, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ കാറ്റിനെ നീ അയച്ചു വിട്ടിട്ടുള്ളത് അതിൻ്റെ നന്മയെ ഞാൻ ചോദിക്കുന്നു. അപ്രകാരം തന്നെ അതിൻ്റെയൊക്കെ കെടുതികളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. കാറ്റിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, ഒരുപാട് ഉപകാരമുള്ള പരാഗണം നടത്തുക, അതുപോലെ തന്നെ വൈറസിനെ തുരത്തി ഓടിക്കുക, സമൂഹത്തിലുണ്ടാകുന്ന നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഗുണങ്ങൾ കാറ്റ് മുഖേന നമുക്കുണ്ട് എന്നാണ്. ഈ കാറ്റ് ചിലപ്പോൾ നമുക്ക് അനുഗ്രഹമായിട്ട് വരാം, ചിലപ്പോൾ നമുക്ക് ശിക്ഷയായിട്ടും വരാം. വ അമ്മ ആദുൻ ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ. ശക്തമായ കാറ്റടിച്ച് വീശിക്കൊണ്ടാണ് ആദ് സമൂഹത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ കാറ്റിനെയും കാലാവസ്ഥയെയും ചീത്ത പറയുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും കൂടി ഭാഗമാണ്. അതുകൊണ്ട് നാം പരമാവധി ശ്രദ്ധിക്കുക. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഘട്ടത്തിൽ, അഥവാ ശക്തമായ മഴ വർഷിക്കുമ്പോൾ, ശക്തമായ കാറ്റടിച്ച് വീശുമ്പോൾ, ഗ്രഹണം സംഭവിക്കുമ്പോൾ കൂടുതൽ നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു എന്ന് കാണാം. ഇദാ ഹസബഹു അമ്രുൻ ഫഫസിയ ഇലസ്സലാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഘട്ടത്തിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും തിന്മകളിൽ നിന്നും അകന്നു കഴിയുവാനും റബ്ബ് നമുക്കും നമ്മുടെ കുടുംബ സന്തതി പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.